സെഡ് ഗെയിമർ ടാച്ച് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അണ്ടർ 20,000 ബെസ്റ്റ് മോർ യൂസേജ് ടാബ്ലറ്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് റെഡ്മി പാഡ് പ്രോ 5G എന്ന ടാബ്ലറ്റാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഡിസ്പ്ലേ 12.10 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. LCD പാനലായിരുന്നു വരുന്നത്. 2.5K റെസൊല്യൂഷൻ ഉണ്ട്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. 600 നൈറ്റിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ് വരുന്നത്. റാം വേരിയൻറ്റുകൾ 6GB റാം പ്ലസ് 128GB സ്റ്റോറേജ്, 8GB റാം പ്ലസ് 256GB സ്റ്റോറേജ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോ SD കാർഡിലൂടെ 1.5 TB വരെ ഇതിന് കൂട്ടാം. ഇനി ക്യാമറയിലേക്ക് പോകുകയാണെങ്കിൽ റിയർ ക്യാമറ 8 MB ഫ്രണ്ട് ക്യാമറയും 8 MB ആണ്. ബാറ്ററി സൈസ് വരുന്നത് 10,000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 571 ഗ്രാമാണ്. കുറച്ച് വെയിറ്റ് കൂടിയത് തന്നെയാണ്. ഇതിൻ്റെ HyperOS ആണ് ഇതിന് വരുന്നത്. പിന്നെ Android 14 ബേസ്ഡ് ആണ്. ഇനി കണക്ടിവിറ്റി Wi-Fi പ്ലസ് 5G മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 5G സപ്പോർട്ടാണ്. USB സപ്പോർട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ ബിഗ് സ്ക്രീൻ നോക്കുന്നവർക്കും ഹൈ റെസൊല്യൂഷൻ മീഡിയ റെക്കോർഡിംഗ് മൾട്ടി ടാസ്കിങ്ങിന് നല്ലൊരു സാധനം തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല ചിപ്സെറ്റ് നൽകിയിട്ടുണ്ട്. ഏറ്റവും നല്ല ബാറ്ററി, 5G സപ്പോർട്ട് ചെയ്തെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് അനുയോജ്യമായതാണ്. പക്ഷെ ഇതിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. അതാണ് ഇതിൻ്റെ കുറച്ച് പ്രശ്നമായിട്ട് വരുന്നത്. കുറച്ച് ഗ്രാം വെയിറ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് മാത്രം നോക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ അടുത്ത നമ്മൾ രണ്ടാമതായി പരിചയപ്പെടുന്ന പാഡ് മോട്ടോ പാഡ് 60 നിയോ എന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് 11 ഇഞ്ചാണ് വരുന്നത്. 2.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. 90 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ആണ്. 500 നൈറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. പ്രൊസസ്സർ വരുന്നത് MediaTek Dimensity 6300 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. റാം 8GB റാം പ്ലസ് 128GB സ്റ്റോറേജ് ആണ് ഇതിൽ ഇന്ത്യയിൽ വരുന്നുള്ളൂ. 2 TB വരെ മൈക്രോ SD കാർഡിലൂടെ നിങ്ങളെ കൂട്ടാൻ വേണ്ടി പറ്റുന്നുണ്ട്. റിയർ ക്യാമറ 8 MB ഫ്രണ്ട് ക്യാമറ 5 MB ആണ് വരുന്നത്. 7040 mAh ബാറ്ററി ഉണ്ട്. 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് നൽകുന്നുണ്ട്. സോഫ്റ്റ്വെയർ Android 15 ബേസ്ഡ് ആണ്. കണക്ടിവിറ്റി 5G സപ്പോർട്ടഡ് ആണ്. Wi-Fi സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സമ്മറൈസ് ഇതിന് എന്തൊക്കെ നമുക്ക് നോക്കാം. ഏത് ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്? ജനറൽ യൂസേജ് ആൻഡ് മീഡിയ ആൻഡ് മൾട്ടി ടാസ്കിങ് റെസൊല്യൂഷന് വേണ്ടിയുള്ളതാണ്. അതായത് നിങ്ങളൊരു വീഡിയോ കാണുന്ന ആളാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ടൈപ്പാണ്. അല്ലാതെ ഗെയിമിങ്ങിന് പറ്റിയില്ല, തീരെ ചെയ്യാൻ പറ്റാത്തതല്ല. ലൈറ്റ് ഗെയിമിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാം. ഹെവി ഗെയിമിങ്ങിന് പറ്റുന്നതല്ല.